പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇന്നലെ നിദ്രയിലായിരുന്ന എത്രയോ പേരാണ് ഈ പുലരി കാണാതെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്, യാത്രയായത്. ദൈവം ഈ പുലരി കാണുവാൻ നാം ഓരോരുത്തരെയും പ്രത്യേകമായി അനുവദിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയാണ്, നമ്മിലുള്ള ദൈവത്തിൻ്റെ വലിയ പ്രത്യാശയാണ് ഈ ദിനത്തിലേക്ക് നമ്മെ ഓരോരുത്തരെ ദൈവം കരം പിടിച്ചാനയിക്കുവാനിട വരുത്തിയത്. ദൈവത്തിൻ്റെ നിശ്ചയമായ ഈ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും പ്രഭാതം പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുമ്പോഴാണ് ഒരു ദിനം അനുഗ്രഹമാകുവാൻ, ദൈവമഹത്വത്തിന് കാരണമാകുവാൻ ഇടവരിക. ദൈവമേ, നൽകിയ ഈ ദിനം മുഴുവൻ നിന്നോട് ചേർന്ന്, നിൻ്റെ ദുരിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അയോഗ്യ പാപികളായ ഞങ്ങൾക്ക് കരുണയും കൃപയും നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മെയും ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈ വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും എല്ലാം നമ്മെ ശക്തരാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ചിന്തയിലേക്കും ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ഹൃദയത്തിലേക്കെല്ലാം നീ കടന്നു വന്ന് പരിശുദ്ധാത്മാവേ നീ ഞങ്ങളിൽ നിറയണമേ. ഇപ്പോൾ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാനും ഗ്രഹിക്കുവാനും ഓ പ്രിയ പരിശുദ്ധാത്മാവേ നീ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ നിയോഗമായി നമുക്ക് ലോക സമാധാനത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകം വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണ് അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോകയുദ്ധത്തിൻ്റെ വലിയ ലക്ഷണങ്ങളും സൂചനകളൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമാധാന രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം, സഹായം
ഈ ദിനം നമുക്ക് ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം വിചിന്തനത്തിനായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവ്വം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഈ നിമിഷം ശ്രവിക്കുവാനിട വന്നത്. ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വളരെ ആഴമേറിയ വെളിപ്പെടുത്തൽ ആണ് ഈ തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുക. ഒരുപക്ഷെ മനുഷ്യജീവിതത്തിൽ അനേകർ നേരിടുന്ന മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം എന്തെന്ന് തീർച്ചയായും കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ ലോകത്തിൽ ദൈവം തൻ്റെ ഛായയും സാദൃശ്യവും നൽകി സൃഷ്ടിച്ചവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിലെ മറ്റേത് ജീവികളെക്കാളും വ്യത്യസ്തമായ മഹത്വം ദൈവമായ കർത്താവ് മനുഷ്യരായി നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നമ്മളെ ഇതര സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തൻ്റെ ഛായയും സാദൃശ്യവുമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്ക് വലിയൊരു വിളിയും നിയോഗവും വലിയൊരു ദൗത്യവും ദൈവമായ കർത്താവ് ഈ ലോകത്തിലെ മറ്റ് സൃഷ്ടികളേക്കാൾ വ്യത്യസ്തമായി നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അത് സൃഷ്ടാവായ ദൈവത്തെ അറിയുവാനും ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള വലിയൊരു വിളിയും തെരഞ്ഞെടുപ്പുമാണ് ദൈവമായ കർത്താവ് നാം ഏവർക്കും നൽകിയിരിക്കുന്നത്. ഒരു സാധാരണ ബുദ്ധിയിലൂടെ മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വലിയൊരു സത്യമാണ്, മനുഷ്യരായി നമ്മൾ സൃഷ്ടികളാണെങ്കിൽ തീർച്ചയായും സൃഷ്ടാവായൊരു ദൈവമുണ്ടെന്ന പരമസത്യം. പ്രിയമുള്ളവരെ, മനുഷ്യബുദ്ധിയിലൂടെ യുക്തിയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും സൃഷ്ടികളായി നമ്മൾ സൃഷ്ടാവായ ദൈവത്തിൽ എത്തിച്ചേരുക എന്നത് വളരെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ അഹങ്കാരത്തിനോ അതുപോലെ തന്നെ യുക്തിപരമായ ചിന്തകൾക്കോ ഒക്കെ അമിതമായി അടിമപ്പെടുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെയും അവിടുത്തെ സാന്നിധ്യത്തെയും അവഗണിച്ച് മനുഷ്യരായ നമുക്ക് തന്നെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ
അമിതമായ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരു പക്ഷേ അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദുഷ്ടവൈരിയായ പിശാചാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കേവലം ദൈവത്തിന് നൽകേണ്ട അർഹമായ അവകാശപ്പെട്ട മഹത്വത്തെ ഏതെങ്കിലും സൃഷ്ടികളിലേക്ക് തിരിച്ച് ദൈവത്തിന് അർഹമായ മഹത്വം ഇല്ലാതാക്കുക എന്ന ഒരു വലിയ ഗൂഢതന്ത്രം തീർച്ചയായും പിശാച് ഈ ലോകത്തിൽ ഇന്ന് പ്രായോഗികമാക്കുവാൻ പരിശ്രമിക്കുന്നവനാണ്. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അത്ര കണ്ട് ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ ഇതേ പിശാചിൻ്റെ ഗൂഢമായ തന്ത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായിത്തീരും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭാമക്കളോട് പ്രത്യേകമായി ഉത്ബോധിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആനുകാലിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ചില പ്രതിസന്ധികൾക്കും ചില പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമായിട്ടാണ് പൗലോസ്ലീഹ ഈ തിരുവചനങ്ങളിലൂടെ അവരോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ അറിയാൻ, ആ ദൈവത്തെ സൃഷ്ടാവായ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാൻ ദൈവം ഒരുപാട് അവസരങ്ങൾ നാം ഏവരുടെയും ജീവിതങ്ങളിൽ നൽകുന്നവനാണ്. നിരന്തരമായി ദൈവം അത് നൽകിക്കൊണ്ടാണ് ഇരിക്കുക. ഈ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടും നമ്മൾ ആ ദൈവത്തെ അംഗീകരിക്കാനും മഹത്വപ്പെടുത്താനും തയ്യാറാകാതെ പോയാൽ വചനം പറയുകയാണ്, അവരുടെ ബുദ്ധി ഇരുളടഞ്ഞു പോകുകയും സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ട മനുഷ്യൻ കേവല സൃഷ്ടികളിലേക്ക് അവൻ തിരിയുകയും ദൈവത്തിന് അർഹമായ മഹത്വം സൃഷ്ടികൾക്കോ ഇഴജന്തുക്കൾക്കോ ഏതെങ്കിലും ജീവികൾക്കോ വിഗ്രഹങ്ങൾക്കോ ഒക്കെ കൈമാറുവാനും ഇടയായിത്തീരുമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുക. ഈയിടെ അടുത്തറിയാനിടവന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് പരിചയപ്പെടുവാനിടവന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഏക മകനാണ്. ആ മകൻ വളരെ ചെറുപ്പപ്രായം മുതലേ തന്നെ വളരെ സുന്ദരനും കോമളനുമായ ഒരു സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ സൗന്ദര്യമുള്ള ഒരു മകനായിരുന്നു. ഈ മാതാപിതാക്കൾ ഈ മകനെ നൽകിയ ദൈവത്തിന് അർഹമായ മഹത്വം നൽകുന്നതിന് പകരം ഈ മകനെക്കുറിച്ച് അമിതമായി ഊറ്റം കൊള്ളുവാൻ, അഹങ്കരിക്കുവാൻ, അല്പം ഔദിത്യ ചിന്തകളോടെ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ഒക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ പതിയെ ഈ മകൻ അവർക്ക് ഒരു വിഗ്രഹമായി മാറി. ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വം നൽകി ആ മകനെ ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിക്കേണ്ടതിന് പകരം ഇത് തങ്ങൾക്ക് ഉണ്ടായൊരു മകനാണ്, ആ മകൻ സുന്ദരനാണ്, കോമളനാണ്, ഞങ്ങളുടെ മകനെ കണ്ടില്ലേ എന്നൊരു ഭാവത്തിൽ ഈ മകനെ അവർ കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഈ മകൻ ഒരു വിഗ്രഹമായി അവരുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും മാറുവാനിട വന്നു. ദൈവത്തിന് നൽകേണ്ട മഹത്വം അവർ ഈ മകനിലേക്ക് ആരോപിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ മകൻ ഒരു വിഗ്രഹമായി മാറുവാൻ ഇടവന്നപ്പോൾ ആ മകൻ്റെ ജീവിതം വളരെ സങ്കീർണമായ ഒരു ജീവിതമായി തീരുകയാണ്. ആ മകൻ്റെ ജീവിതത്തിൽ അവിചാരിതമായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അവന് മാനസികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അവൻ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്തവനാകുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് ആ മകൻ നീങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വളർന്ന് പ്രായപൂർത്തിയെത്തി പഠിച്ച് വിദ്യാഭ്യാസം നേടി ജോലി കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ട മകൻ ഇതൊന്നും സംഭവിക്കാതെ ആ മകൻ്റെ ജീവിതം കൂരിരുളായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളിലൂടെ ഈ മകൻ കടന്നു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ മകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതിൻ്റെ രൂഢമൂലമായ കാരണങ്ങൾ എന്താണ് എന്ന് സുവിശേഷ വചനങ്ങളിലൂടെ, തിരുവചനങ്ങളിലൂടെ അന്വേഷിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി നൽകുന്ന വചനം ഈ വചനമാണ്. ദൈവമായ കർത്താവിൻ്റെ ദാനമായി ഈ മകനെ സ്വീകരിച്ച് അതിനെയോർത്ത് ദൈവമായ കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടതിന് പകരം, സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം കേവലം സൃഷ്ടിയെ വലിയൊരു സംഭവമായി കാണുകയും
ആ സൃഷ്ടിയെക്കുറിച്ച് അഹങ്കരിക്കുകയും അത് വലിയ ആ സൃഷ്ടിക്ക് തന്നെ മഹത്വം നൽകുവാൻ ഇടവരികയും ചെയ്തപ്പോൾ ആ മകനൊരു വിഗ്രഹമായി മാറി. ആ മകൻ്റെ ജീവിതം അതുവഴി വളരെ സങ്കീർണമാക്കപ്പെടാനും തകർക്കപ്പെടുവാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന് അവകാശപ്പെട്ടതും ദൈവത്തിന് അർഹമായതും മാത്രമായ മഹത്വം നമ്മൾ മറ്റെന്തിനെങ്കിലും കൈമാറിയാൽ അതൊരു വിഗ്രഹമായി തീരും. ഇപ്രകാരമുള്ള വിഗ്രഹങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തിരിയുമ്പോൾ അവൻ്റെ ജീവിതം തിന്മയുടെ പൈശാചികമായ ശക്തികൾക്ക് അവൻ പോലും അറിയാതെ അടിമപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണിന്ന് അനേകരുടെ ജീവിതങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ആത്മീയ ബന്ധനങ്ങളുടെ ദുരന്തപര്യവസായിയായ അവസ്ഥ എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ നമ്മൾ അനുതാപത്തോടെ മാനസാന്തരത്തോടെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ഈ ആത്മീയ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരാകുവാൻ, ഒരു വിടുതൽ അനുഭവം പ്രാപിക്കുവാൻ നാം ആർക്കും സാധ്യമായി തീരില്ല. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ ഓരോരുത്തരും ക്ഷണിക്കുന്നത് ദൈവത്തിന് മാത്രം അർഹമായ മഹത്വം മറ്റേതെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമ്പത്തിനോ എന്തെങ്കിലും നമ്മൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ആത്മാർത്ഥമായി അനുദപിച്ച് നമുക്ക് തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന് ആ ദൈവമായ കർത്താവിന് മഹത്വവും ആരാധനയും നൽകുവാനായിട്ട് കഴിയണം. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എന്താണ്? ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഊണിലും ഉറക്കത്തിലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മൾ ഏറ്റുപറയേണ്ട വചനമാണ്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളിലും സർവ സമ്പത്തിലും എല്ലാറ്റിലും ദൈവമായ കർത്താവിൻ്റെ നാമത്തിനാണ് നാം ഓരോരുത്തരും മഹത്വം നൽകുവാൻ കടപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ദൈവമായ കർത്താവിൻ്റെ മഹനീയ നാമത്തെ നാം വാഴ്ത്തുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ സുരക്ഷിതമായി തീരും. കർത്താവിൻ്റെ നിസ്സീമമായ കരുണയും പരിപാലനവും നമ്മുടെ അനുദിന ജീവിത വഴികളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ആ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിലൊന്ന് ചേർന്ന് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള നിരവധിയായ വ്യക്തികളുണ്ട്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിലും ആയിരിക്കുന്നവർ. അവരെല്ലാവരെയും പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ദൈവം നമ്മുടെ ജീവിതങ്ങളോട്, നമ്മുടെ കുടുംബങ്ങളോട് ചേർത്ത് വച്ചിരിക്കുന്ന വ്യക്തികൾ. അവരെ ഓർത്ത് നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത വഴികളിൽ ഔദാര്യത്തോടെ, സ്നേഹത്തോടെ നമ്മെ കരുതുന്ന, നമ്മെ സഹായിക്കുന്ന, സ്നേഹത്തിൻ്റെ കരം നീട്ടി നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കാൻ പരിശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യമക്കളുണ്ട്. അവരെ നന്ദിയോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഉയർന്ന് സമർപ്പിക്കാം. ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ലോകസമാധാനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകമാംവിധം നമുക്കൊന്ന് ഉയർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുത്തെ തിരുവചനങ്ങൾ കേൾക്കുവാനും അങ്ങേ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുവദിച്ച, ഞങ്ങളെ ഒരുക്കിയ നിൻ്റെ മഹാകരുണയ്ക്ക്, സ്നേഹത്തിന് ഞങ്ങളൊന്ന് ചേർന്ന് പൊന്നുതമ്പുരാനെ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളെയും, ഞങ്ങളെല്ലാ പദ്ധതികളെയും കർത്താവായ യേശുവെ അവിടുത്തെ അനന്ത കാരുണ്യത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നല്ല ദൈവമേ, സ്വർഗത്തിൻ്റെ അനന്തമായ സമ്പത്തിൽ നിന്ന്, നിൻ്റെ സ്നേഹത്തിൽ നിന്ന് അയോഗ്യപാപികളായ ഞങ്ങളിലേക്ക് നിൻ്റെ കരുണ, കൃപ, സ്നേഹം ഈ നിമിഷം ഒരു കടൽ പോലെ കടന്നു വന്ന് നിറയുവാൻ ദൈവമേ അവിടുന്ന് ഇടവരുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, ജീവിതങ്ങളെ
ഈ ദിനത്തെ പൂർണ്ണമായി കർത്താവെ നിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ അങ്ങേ കരങ്ങളിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾ അങ്ങേ നാമത്തെ വാഴ്ത്തുന്നു, അങ്ങേ നാമത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന. ഓ കർത്താവേ, നിൻ്റെ കരുണയ്ക്കായി കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന 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 ആരാധന. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ ഇടവക മധ്യസ്ഥനെ പ്രത്യേകം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. സ്വർഗ്ഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരുടെ മാലാഖമാരുടെ സഹായം, സാന്നിധ്യ സംരക്ഷണം നമ്മുടെ ജീവിത വഴികളിൽ നമുക്ക് യാചിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾ, ആവശ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ നിയോഗങ്ങളെയും യേശു കരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയും കരുതലും അയോഗ്യപാപികളാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുന്ന് വർഷിക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.
കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേശുനാഥാ നീ അരികിലെത്തുമോ? ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു, കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേശുനാഥാ നീ അരികിലെത്തുമോ? യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കുക. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നമ്മുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ, ആവശ്യങ്ങൾ ദൈവമായ കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്കാ സഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയോടും എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്ന് ഒരു മനമായി, ഒരു ഹൃദയമായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ യുദ്ധങ്ങളിലും അതിൻ്റെ വേദനകളിലും അതിൻ്റെ സങ്കടങ്ങളിലുമായിരിക്കുന്നവരെ പ്രത്യേകം പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. നിരവധിയായ തരത്തിൽ ആവശ്യങ്ങളിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളുണ്ട്. അവരെല്ലാവരെയും യേശുകരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനകളാണ് ഓരോ ദിവസവും വലിയ അഭിഷേകമായ അനേകായിരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മറിയം കൂടാരങ്ങളെ പ്രേക്ഷിത മക്കൾ രാവും പകലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും തൻ്റെ പരിപാലനവും വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.